ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കണത് നമ്മൾ പുതിയ മൊഡ്യൂളിൽ പഠിച്ചത് ആദ്യ ചാപ്റ്ററിൽ പഠിച്ചത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പല വേർഷനും കണ്ടു. വീക്ക് കണ്ടു, സ്ട്രോങ് കണ്ടു. അപ്പോൾ ആദ്യത്തെ ഒരു നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കാര്യം ട്രൂ ആന്ന് കാണിക്കാനായിട്ട് ആദ്യം 1ന് അത് ട്രൂ ആന്ന് കാണിക്കും. പിന്നെ കെക്ക് ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് k+1 ട്രൂ ആന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 എന്നുള്ളതിന് പകരം വേറെ ഏതെങ്കിലും നമ്പർ, അതായത് n0 ജനറലി n0 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. പിന്നെ n0 വലിയൊരു കെക്ക് ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് k+1 ട്രൂ ആന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ n0 മുകളിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അത് ട്രൂ ആന്ന് കിട്ടും. ആ n0 1 ആവണതാണ് നമ്മുടെ സാധാരണ വീക്ക് ഇൻഡക്ഷൻ വരിക. അതല്ല ചിലപ്പോൾ 1ന് അത് ട്രൂ ആവില്ലായിരിക്കും. അപ്പൊ ചിലപ്പോൾ n0 എന്ന് പറയുന്നത് ഒരു 3ഓ 4ഓ അങ്ങനെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോ 3ക്ക് മുകളിലുള്ളതായിരിക്കും അത് ട്രൂ. എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആവണമെന്നില്ല. n0 ഏതാണോ അതിനനുസരിച്ച്. പിന്നെ നമ്മൾ കണ്ടത് സ്ട്രോങ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ n0 ട്രൂ ആന്ന് കാണിക്കും. പിന്നെ നമ്മൾ വീക്കിൽ കണ്ടത് ഒരു കെക്ക് ട്രൂ ആന്ന് അസ്യൂം ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമ്മൾ n0 മുതൽ k വരെയുള്ള എല്ലാ നമ്പേഴ്സിനും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് n0+1 n0+2 എക്സെട്ര അങ്ങനെ k വരെ ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് k+1 ട്രൂ ആന്ന് പ്രൂവ് ചെയ്യും. മറ്റോടത്ത് നമ്മൾ k മാത്രമേ അസ്യൂം ചെയ്യുള്ളൂ. ഇവിടെ n0 മുതൽ k വരെയുള്ള എല്ലാം ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് k+1 ട്രൂ ആന്ന് പ്രൂവ് ചെയ്യുന്നതാണ് സ്ട്രോങ് വേർഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ കുറച്ചും കൂടെ എക്സാമ്പിൾസ്, ഒരു 3 എക്സാമ്പിൾസും കൂടെ വേറെ ടെക്സ്റ്റിൽ അതായത് ഗൈഡിൽ കണ്ടു. അപ്പൊ അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി അടുത്ത ചാപ്റ്റർ എടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1² + 2² + എക്സെട്ര n². അതായത് സ്ക്വയേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 1/6 ഇൻറ്റു n × n+1 × 2n+1 ആണെന്ന് പ്രൂവ് ചെയ്യണം ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പൊ നമ്മൾ സാധാരണ ഇൻഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്, വീക്ക് വേർഷൻ. അപ്പൊ P of n എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി 1² + 2² + എക്സെട്ര n² = 1/6 n × n+1 × 2n+1. ആദ്യം നമ്മൾ P of 1 ട്രൂ ആണോ എന്ന് നോക്കും. അപ്പൊ 1 ഇവിടെ 1² മാത്രമേ ഉള്ളൂ. അപ്പൊ 1 = ഇതിൽ നമ്മൾ n-ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1/6 1 × 1+1 എന്ന് പറയുന്നത് 2, 2n+1 എന്ന് പറയുമ്പോൾ 2+1 3. അപ്പൊ 1 × 2 × 3. അപ്പൊ 6/6 എന്ന് പറയുന്നത് 1 വരും. അപ്പൊ 1 = 1 എന്ന് കിട്ടി. അപ്പൊ P of 1 ട്രൂ ആണ്. ഇനി നമ്മൾ കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് 1² + 2² + എക്സെട്ര k² എന്ന് പറയുന്നത് 1/6 k × k+1 × 2k. 2k+1 ആട്ടോ. ഇവിടെ 2 ഇവിടെയാണ്. 2 × k+1 അല്ല, 2k+1 ആണ്. അത് അറിയാണ്ട് വന്നതാണ്. അപ്പൊ ഇനി k+1² നമ്മൾ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ LHS എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം വരും. 1² + 2² + എക്സെട്ര k+1² എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു k+1² ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യണത് k+1 ഇവിടെ കോമൺ ഉണ്ടല്ലോ, അത് കോമൺ എടുക്കുമ്പോൾ ഇവിടെ ബാക്കി 1/6 k × 2k+1 + k+1. ഇനി നമ്മൾ ഈ 6 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൊത്തം, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് 2k+1 × k + 6k + 6 / 6. എന്നിട്ട് നമ്മൾ ആ 6 കോമൺ എടുക്കും. അപ്പൊ 1/6 k+1. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1/6 എന്ന ടേം വരണം. ഇവിടെ നമുക്ക് 1/6 ഇല്ല. ഈ ഒരു ടേമിന് മാത്രമേ 1/6 ഉള്ളൂ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഇത് ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2k² + k + 6k + 6 എന്ന് വരും. അപ്പൊ 6k ഉണ്ട് k ഉണ്ട്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 7k എന്ന് വരും. 2k² + 7k + 6. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്, നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 7k-നെ 3k + 4k എന്ന് എഴുതും. അപ്പൊ നമ്മൾ 3k + 4k എന്ന് എഴുതി. അപ്പൊ നമ്മൾ 2k² + 4k + 3k + 6 എന്ന് എഴുതി. ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തതാണ്. എന്നിട്ട് ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നമ്മൾ 2k കോമൺ എടുക്കും. അപ്പൊ 2k കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു k ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്.
ഇവിടെ നമ്മൾ 3 കോമൺ എടുക്കും. 3 കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു k ഉണ്ട്, 2 ഉണ്ട്. ഇനി നോക്കുമ്പോൾ നമ്മൾ k plus 2 നമ്മൾ കോമൺ എടുക്കും. k plus 2 കോമൺ എടുക്കുമ്പോൾ 2k plus 3 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഫോം ആയി k plus 1 into k plus 2 into 2k plus 3. അതായത് k plus 1 into k plus 1 plus 1 2k plus 1 plus 1. ഇത് ആഡ് ചെയ്യുമ്പോൾ 2k plus 2 plus 1 എന്ന് പറയുമ്പോൾ 2k plus 3 എന്ന് തന്നെ വരും. അപ്പൊ ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ സം എന്ന് പറയുന്നത് 1 square plus 2 square plus etc. n square എന്ന് പറയുന്നത് 1/6 n into n plus 1 into 2n plus 1 ആണ്. അപ്പൊ ഇവിടെ k plus 1 നമ്മൾ ചെയ്യുമ്പോൾ 1 square plus 2 square plus etc. k plus 1 square എന്ന് പറയുന്നത് 1/6 k plus 1 into k plus 1 plus 1 2k plus 1 plus 1 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ബൈ ഇൻഡക്ഷൻ p of n എല്ലാ n നും ട്രൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് വെറുതെ n 1 ഇട്ട് കൊടുത്തോളൂ. k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് രണ്ട് ഭാഗത്തും ഈ ഇക്വേഷനിൽ നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിൽ രണ്ട് ഭാഗത്തും k plus 1 ഹോൾ സ്ക്വയറിന് ആഡ് ചെയ്തു. അപ്പൊ LHS നമുക്ക് കിട്ടേണ്ട സാധനമായി. ഇവിടെ നമ്മൾ k plus 1 ആദ്യം കോമൺ എടുത്തിട്ട് 6 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് 7k നെ നമ്മൾ 3k plus 4k എന്നൊന്ന് അറേഞ്ച് ചെയ്തു. എന്നിട്ട് കോമൺ ടേംസ് ഇവിടെ നിന്ന് 2k കോമൺ എടുത്തു, ഇവിടെ നിന്ന് 3 കോമൺ എടുത്തു. അപ്പൊ നമുക്ക് വേണ്ട ഫോമായി. ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 7k നെ നമ്മൾ 7k എന്ന് തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഫോം ആവില്ല. അതുകൊണ്ടാണ് 3k plus 4k എന്ന് എഴുതിയത്. അപ്പൊ അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. വേറെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഓക്കെ, അതാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടി വരും. അത് അപ്പൊ നമ്മൾ നോക്കി വെക്കണം. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്വയം ഈ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ 7k നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല 3k plus 4k എന്നൊക്കെ എഴുതാനൊന്നും അങ്ങനെ ചിന്തിക്കില്ല. അപ്പൊ അത് നോക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. അതിനാണ് ഞാൻ അടിയിൽ വരച്ചിട്ടേക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given two real numbers a and b, prove that a minus b is a factor of a raised to n minus b raised to n. a minus b എന്ന് പറയുന്നത് a raised to n minus b raised to n ന്റെ ഫാക്ടർ ആണ് ഫോർ എവറി n ന്. അപ്പൊ ഇതാണ് p of n. a minus b എന്ന് പറയുന്നത് a raised to n minus b raised to n ന്റെ ഫാക്ടർ ആണ്. ആദ്യം നമ്മൾ 1 ട്രൂ ആണോ നോക്കും. അപ്പൊ a raised to n minus b raised to n എന്ന് പറയുന്നത് 1 കൊടുക്കുമ്പോൾ a minus b എന്ന് തന്നെ വരും. അപ്പൊ a minus b എന്തായാലും a minus b യുടെ ഫാക്ടർ തന്നെയാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് p of 1 ട്രൂ ആണ്. നമ്മൾ ഇനി p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് a minus b എന്ന് പറയുന്നത് a raised to k minus b raised to k യുടെ ഫാക്ടർ ആണ്. അടുത്തത് നമുക്ക് കിട്ടേണ്ടത് a raised to k plus 1 minus b raised to k plus 1 ന്റെ ഒരു ഫാക്ടർ ആണ് a minus b എന്ന് കിട്ടണം. അപ്പൊ അതിനായിട്ട് നമ്മൾ LHS എന്ന് പറയുന്നത് a raised to k plus 1 minus b raised to k plus 1 എഴുതി. ഇവിടെ നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാണ്. നമ്മൾ ഒരു ടേം ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. a b raised to k എന്ന് പറഞ്ഞ ടേം നമ്മൾ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതാണ് ഇവിടെ അടിയിൽ വരച്ചിട്ടേക്കണത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ടേമിൽ നിന്ന് a കോമൺ എടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നേരെ a പോയി കഴിഞ്ഞാൽ a raised to k മൈനസ് b raised to k പ്ലസ് ഇവിടെ നമ്മൾ b raised to k ആണ് കോമൺ എടുക്കേണ്ടത്. b raised to k a മൈനസ് ഇവിടെ പോയിട്ട് ഒരു b യും ബാക്കിയുണ്ടാവും. അപ്പൊ ഇങ്ങനെ കിട്ടും. നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം a raised to k മൈനസ് b raised to k യുടെ ഫാക്ടർ ആണ് a മൈനസ് b. അപ്പൊ ഇത് a മൈനസ് b എന്ന് പറയുന്നത് ഇതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിന്റെ ഫാക്ടർ ആണ്. പിന്നെ a മൈനസ് b എന്ന് പറയുന്നത് നമ്മുടെ p of 1 പ്രകാരം a മൈനസ് b എന്ന് പറയുന്നത് a മൈനസ് b യുടെ ഫാക്ടർ തന്നെയാണ്. അപ്പൊ b raised to k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഇത് a മൈനസ് b യുടെ ഫാക്ടർ ആണ്, ഇതും a മൈനസ് b യുടെ ഫാക്ടർ ആണ്. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാലും a മൈനസ് b യുടെ ഫാക്ടർ തന്നെയാണ് വരിക. അപ്പൊ മൊത്തത്തില് ഈ ടേമിന്റെ ഫാക്ടർ ആണ് a മൈനസ് b എന്ന് കിട്ടി. അതായത് a raised to k plus 1 മൈനസ് b raised to k plus 1 ന്റെ ഫാക്ടർ ആണ് a മൈനസ് b എന്ന് കിട്ടി. അപ്പൊ നമുക്ക് p of k plus 1 ട്രൂ ആണെന്ന് കിട്ടി. അപ്പൊ p of n എന്ന് പറയുന്നത് എല്ലാ n നും ട്രൂ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം p of 1 ചെക്ക് ചെയ്തു. a മൈനസ് b യുടെ ഫാക്ടർ ആണ്. പിന്നെ k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. പിന്നെ നമ്മളിവിടെ a raised to k plus 1 മൈനസ് b raised to k plus 1 എഴുതി. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ടേം ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. a b raised to k എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ആദ്യത്തേത് a പുറത്തെടുത്തു, പിന്നത്തേന്ന് b raised to k പുറത്തെടുത്തു. ഇത് നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം
നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ കിട്ടണം, അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തത്. അപ്പൊ ഇത് പ്രകാരം a മൈനസ് ബി ഇതിന്റെ ഫാക്ടർ ആണ്, പി ഓഫ് 1 പ്രകാരം a മൈനസ് ബി ഇതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ മൊത്തം സം എടുത്താൽ a മൈനസ് ബി ഫുൾ ടേമിന്റെ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടി. അപ്പൊ ഇൻഡക്ഷൻ പ്രകാരം എല്ലാ എന്നിനും ട്രൂ ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. Establish the inequality 2 raised to n less than or equal to n plus 1 factorial by induction. നമുക്ക് 2 raised to n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n plus 1 ഫാക്ടോറിയൽ എന്ന് കാണിക്കണം. ആദ്യം പി ഓഫ് n എന്ന് പറയുന്നത് ഇതാണ്, ഈ ഇനിക്വാലിറ്റി ആണ്. ഇനി പി ഓഫ് 1 ചെക്ക് ചെയ്തു. അപ്പൊ 2 raised to 1 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ 1 plus 1 എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ, അതായത് 2. അപ്പൊ 2 ഈക്വൽ ടു 2 ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ഈക്വൽ ടു ആണ് സാറ്റിസ്ഫൈ ചെയ്തേക്കുന്നത്. പി ഓഫ് 1 ട്രൂ ആണ്. നമ്മൾ ഇനി ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് 2 raised to k ലെസ് ദാൻ ഓർ ഈക്വൽ ടു k plus 1 ഫാക്ടോറിയൽ. നമുക്ക് ഇനി 2 raised to k plus 1 പ്രൂവ് ചെയ്യേണ്ടത്. 2 raised to k plus 1 നമുക്ക് 2 into 2 raised to k എന്ന് എഴുതാം. ആഡ് ചെയ്യുമ്പോൾ 2 raised to k plus 1 തന്നെ വരും. അപ്പൊ ഇത് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം 2 raised to k ലെസ് ദാൻ ഓർ ഈക്വൽ ടു k plus 1 ഫാക്ടോറിയൽ ആണ്. അത് നമ്മൾ കൊടുത്തു. അപ്പൊ 2 into k plus 1 ഫാക്ടോറിയൽ. ഇനി ഈ k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം നമ്മൾ 1 ട്രൂ എന്ന് പ്രൂവ് ചെയ്തു. പിന്നെ 1 മുകളിലുള്ള ഏതെങ്കിലും ഒരു ട്രൂ കേക്കാണ് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് 2 എന്ന് പറയുന്നത് k plus 2 ചെറുതായിരിക്കും. കാരണം k എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതിന്റെ കൂടെ 2 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അത് 2 വലിയ ടേം ആയിരിക്കുമല്ലോ. അതായത് ഇപ്പൊ ഇത് കെക്ക് 2 തുടങ്ങി ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അപ്പൊ k 2 ആണെങ്കിൽ തന്നെ 4 എന്ന് വരും. അപ്പൊ അതിന് മുകളിൽ എന്തായാലും 2 വലുതാണ്. അപ്പൊ നമ്മൾ ഇവിടെ 2 പകരം k plus 2 എന്ന് കൊടുത്തു. അപ്പൊ k plus 2 into k plus 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് k plus 2 into k plus 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k plus 1 into k into k minus 1 into etc 3 into 2 into 1 എന്ന് വരും. അതായത് k plus 2 into k plus 1 into k into etc 3 into 2 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k plus 2 ഫാക്ടോറിയൽ എന്നാണ് അർത്ഥം. അതായത് k plus 1 plus 1 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് 2 raised to k plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k plus 1 plus 1 ഫാക്ടോറിയൽ എന്ന് കിട്ടി. അതായത് p of k plus 1 ട്രൂ ആണ്. അപ്പൊ എല്ലാ എന്നിനും ട്രൂ ആണ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഒന്നും ചെയ്തില്ല. എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രത്യേകം സ്റ്റെപ്പ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആണ്. 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. കെക്ക് അസ്യൂം ചെയ്തു. ഇവിടെ 2 raised to k plus 1 2 into 2 raised to k എന്ന് എഴുതി. പിന്നെ 2 raised to k നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു k plus 1 ഫാക്ടോറിയൽ ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k plus 2 ആണ്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഇങ്ങനെ എഴുതി. ഇത് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k plus 2 ആണ്. അപ്പൊ നമുക്ക് k plus 2 ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇതായിരുന്നു 3 എക്സാമ്പിൾസ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1 ട്രൂ ആണോ, ചിലപ്പോ അവര് എല്ലാ എന്നിനും ട്രൂ എന്നാണ് കാണിക്കേണ്ടതെന്ന് പറയും. ചിലപ്പോ n ഗ്രേറ്റർ ദാൻ 3ക്ക് ട്രൂ ആണെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 4 കാണിക്കാൻ പറയും. അപ്പൊ നമ്മൾ n നോട്ടിന്റെ കേസാണ് എടുക്കേണ്ടത്. അപ്പൊ ചിലപ്പോ ഇപ്പൊ 3 തുടങ്ങിയാണ് അല്ലെങ്കിൽ 4 തുടങ്ങിയാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ 1 2 ഒന്നും അത് ശരിയായിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ n നോട്ടിന്റെ സെയിം പ്രൂഫ് തന്നെ n നോട്ടായിട്ട് അവര് പറഞ്ഞേക്കുന്ന നമ്പർ എടുക്കുക, അത് ട്രൂ ആണെന്ന് കാണിക്കുക, കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും നമുക്ക് കിട്ടേണ്ട ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് കിട്ടേണ്ട ഫോമിലേക്ക് ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്താലാണ് ആവുക എന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.